ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ബസ്സിനകത്ത് എല്ലാ സ്റ്റോപ്പിലും അത്യാവശ്യം ആൾ കയറുന്നുണ്ടായിരുന്നു. എന്നാ ആളാ, എത്ര പേരവിടെ കയറുന്നു നോക്കെ. ബാക്ക് സൈഡാണ് കേട്ടോ. ഇതെല്ലാം ഈ ഭാഗത്തെല്ലാം കട്ടയും എനിക്കൊന്ന് മറ്റേ സുറുക്കി വെച്ചുകൊണ്ടാകുമ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കെട്ടിയേക്കുന്നതാണ്. മുകളിലോട്ടും ഒക്കെ കേട്ടോ. ആ ഭാഗത്ത് മണ്ണ് കൊണ്ട് ചെയ്തതാണ്, മണ്ണ് ഇഷ്ടികയൊക്കെ കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷേ താഴോട്ട് നോക്കുമ്പം ഫുള്ള് പാറയാണ് കേട്ടോ. കേട്ടോ ഈ സൈഡെല്ലാം പാറയാണ്. ഇവിടെ അതുകൊണ്ട് ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. എല്ലാം തമിഴ്. ഇത് തമിഴാ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം 33ാമത്തെ ജില്ലയായ കരൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ ഒരു നാട്ടിൻ പ്രദേശം എന്ന് പറഞ്ഞാൽ പക്കാ നാട്ടിൻ പ്രദേശമാണ് കേട്ടോ. ഇതിനുള്ളിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വന്നപ്പോൾ കണ്ട ഒരു തമിഴ്നാട് ബസ്സാണ്. ഉള്ളിൽ ഗ്രാമങ്ങളിലൂടെ പോകുന്നൊരു ബസ്സാണ്. ഇവിടുത്തെ നാട്ടുകാർ ആശ്രയിക്കുന്നൊരു ബസ്സാണ്. അന്നേരം ഇതിനകത്തായിട്ട് ഒരുപാട് പഴക്കം ചെന്നൊരു ക്ഷേത്രമുണ്ട്. ആ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കും കേട്ടോ. ഗൂഗിളിനകത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്, ഒരു പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിലായിട്ടൊന്നും വലുതായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ അന്നേരം ആ ക്ഷേത്രം ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഒരുപാട് പഴക്കം ചെന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് വലിയതായിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെയൊന്നുമില്ല. ഉള്ളതെല്ലാം ചെറിയ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. അന്നേരം നാട്ടിൻ പ്രദേശത്തൂടെ ഇങ്ങനെ കയറി പോവുകയാണ്. അന്നേരം കുറച്ച് നാട്ടുകാഴ്ചകൾ കാണാം. ഇനി എന്തായാലും 2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷനിൽ എത്തും കേട്ടോ. ഒരു നദിക്കരയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ഉള്ളത്. ഇവിടെ ചുടുകട്ട കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡ് നോക്കേ, ഇവിടെ ചുടുകട്ട കമ്പനിയൊക്കെയാണുള്ളത്. വലിയ വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരമ്മ നടന്നു വരുന്ന നോക്കേ. പക്കാ ഗ്രാമം കേട്ടോ. തെങ്ങുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് തെങ്ങുകളുണ്ട്. വല സൈഡിലുണ്ടോ, ഈ സൈഡിലുണ്ടോ, ഒരുപാട് തെങ്ങ് കാണാൻ കഴിയും. നമ്മളെ കേരളത്തിൽ പോലും അതിനെ വലുതായിട്ട് കാണാൻ ഉണ്ടോ. നല്ലൊരു അന്തരീക്ഷം കേട്ടോ അവിടുത്തെ. ഇവിടെ ഒരു നദിയുടെ ആറോ എന്തോ ഒരെണ്ണം കണ്ടു. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ടതാണ്. അതിൻ്റെ സൈഡിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. പക്കാ ഗ്രാമം. പക്കാ ഗ്രാമം പറഞ്ഞാൽ പക്കാ ഗ്രാമം. ട്രാക്ടർ ചെയ്യുന്നുണ്ടോ? ട്രാക്ടർ അതിനകത്ത് എന്തുമാത്രം ലോഡുണ്ടെന്ന് നോക്കേ. ഇവിടെ ട്രാക്ടർ ഉണ്ടെങ്കിൽ ബാക്കിൽ കണക്കൊരു വലിയൊരു സംഭവം കൂടെ പണിഞ്ഞ് വെച്ചാൽ അതിനകത്ത് മാക്സിമം ലോഡും കയറ്റി അവർ എവിടെ വേണമെങ്കിലും പോകും കേട്ടോ. എന്നാൽ റോഡ് കുന്നും കുഴിയോ ഒന്നുമില്ല. ഈ ട്രാക്ടർ ഏറ്റവും ഓടുന്നത്. എന്നിട്ട് പോലും നല്ല നല്ല റോഡുകളാണ് ഇവിടുത്തെ. ഒന്നും ഡാമേജ് ആവുന്നില്ല. അതാണ് വലിയ എൻ്റെ രഹസ്യം. നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ടാറിങ് ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. അല്ല, പക്കാ നാട്ടിൻ പ്രദേശമാണ്. ജനവാസങ്ങൾ വളരെ കുറവും കൂടാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ വീടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. എല്ലാം വലിയ വീടൊന്നുമല്ല, ചെറിയ വീടുകളാണ്. നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. എന്നാ പൊടിയാന്ന് നോക്കിയാൽ ഞാൻ ബസ് പോകുമ്പോഴേ ഭയങ്കര പൊടി കേട്ടോ. ഇവിടെ നല്ല ചൂടാണ് ഇപ്പം കേട്ടോ. ഞങ്ങൾ ഇത്ര ദിവസം ഇത്ര ചൂട് അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നല്ല ചൂടുണ്ട് ഇപ്പം. പക്ഷേ ഇനി ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ നോക്കിയായിരുന്നു. പിന്നെ ഇവിടെ ആളുടെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ബസ്സിനകത്ത് എല്ലാ സ്റ്റോപ്പിലും അത്യാവശ്യം ആൾ കയറുന്നുണ്ടായിരുന്നു. എന്നാ ആളാ, എത്ര പേരവിടെ കയറുന്നു നോക്കെ. ശരിക്കും ആൾക്കാർ കയറാറുണ്ട്. നമ്മളെ ബസ്സിനകത്ത് നമുക്കൊരു ചാക്കുമായിട്ട് കയറി കഴിഞ്ഞാൽ ആ ചാക്കിനും ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇവിടെ ടിക്കറ്റ് ചാർജും കുറവുമാണ്. ചാക്കും എന്തോ വേണമെങ്കിലും കയറ്റുകയും വേണം ചെയ്യാം. അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് വണ്ടി പോകുമായിരിക്കാം. അങ്ങനെ ഞങ്ങളൊരു ക്ഷേത്രം തേടിയാണ് ഏകദേശം 100 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വന്നത് കേട്ടോ. വീഡിയോ ചെറിയ ഫോട്ടോസ് കണ്ടാണ്. ആ ഒരു രീതിക്കാണെങ്കിൽ അടിപൊളിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഇത്ര ദൂരം വന്ന് വെറുതെ ആകുമോ എന്ന് അറിയാൻ വയ്യ. അയ്യോ, ഇത് സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നിന്ന്. സ്കൂളാണോ? അല്ല, ഇത് അംഗൻവാടിയാ. കുട്ടികളൊക്കെ നിൽക്കുന്ന കാണിച്ചോളൂ. ആടൊക്കെ വരുന്ന കണ്ടോ. നമ്മളെ ക്ഷേത്രം എവിടാ?
ഇതൊരു തമിഴ്നാട് ഗ്രാമത്തിൻ്റെ അകത്തെ കാഴ്ചകളാണേ. പണി പാളി. അതാണ്. അയ്യോ, അമ്പലം പുതുക്കി പണിഞ്ഞോ? അമ്പലത്തിന് കുറെ ഭാഗങ്ങൾ കണ്ടു കേട്ടോ. ഇതാ അമ്പലം കേട്ടോ. ഇവിടെ അമ്പലം പണി നടക്കുക കേട്ടോ. അമ്പലം പുതുക്കി പണിയുന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഏകദേശം 110 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ വന്നിരിക്കും. ഈ ക്ഷേത്രം കാണാൻ വന്നിരിക്കും കേട്ടോ. അഗത്തീശ്വര ക്ഷേത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കല്ലൊക്കെ ഇളക്കി പണി റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രമേ. ഒരുപാട് പഴക്കം ചെയ്താണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ചരിഞ്ഞിരിക്കുവാണ്. അന്നേരം ഓരോ കല്ലിനും നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ നമ്പർ അനുസരിച്ച് എല്ലാം ഇളക്കി മാറ്റി റീസെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഈ ക്ഷേത്രം കേട്ടോ. ഒരുപാട് പഴക്കം ചെന്നെയാണ്. അന്നേരം ഈ ക്ഷേത്രത്തിന് അകത്തോട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്ക് അമ്പലങ്ങളെക്കുറിച്ച് വലുതായിട്ട് വിവരിച്ച് പറയാനൊന്നും അറിയില്ല. കാണുന്ന കാഴ്ചയാണ് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് പഴക്കമുണ്ടാകും. പലതും നശിച്ചു വരുന്നതാണ്. അതിപ്പം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കേട്ടോ. മെയിൻ ക്ഷേത്രം ഇല്ല കാണുന്നതാണ്. ശിവക്ഷേത്രമാണ്. ഈ ഹിസ്റ്ററിക്ക് പറ്റുമെങ്കിൽ ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് എടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പറയുന്നതായിരിക്കും കേട്ടോ. ഏതാണ്ട് 100 നൂറ്റാണ്ടുകൾ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്. അതൊരു നദിയുടെ സൈഡിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാണുന്നതൊക്കെ. ഫിനിഷ, ഇവിടെ വന്നിട്ട് എന്താ തോന്നുന്നു? ഒരുപാട് പഴക്കമുള്ളൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അതല്ലേ, എന്തായാലും 100 വർഷത്തിൽ കൂടുതലൊന്നും അല്ലല്ലേ? അതിക്ക് മേലെ കാണുമായിരിക്കും അല്ലേ? ശിവക്ഷേത്രമാണ്. ഞങ്ങൾ റിനോവേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കല്ലൊക്കെ ഇളക്കി റീസെറ്റ് ചെയ്തേക്കുവാണ്. കാരണം ഈ നമ്പർ ഇട്ടേക്കുന്നത്, മൊത്തത്തിൽ നമ്പർ ഇട്ടേക്കുന്നത് E3, D4, C5, C6 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്പേഴ്സ് ഇട്ടേക്ക് കാണാൻ പറ്റും. അടുത്തോട്ട് എന്നാലേ എന്ന് വെച്ചാൽ പഴയതും പുതിയതും. പുതിയ കല്ലും ഇടയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് പഴയത് തന്നെ കേട്ടോ ഈ കാണുന്നത്. പക്ഷേ തൊട്ടിപ്പുറത്തോട്ട് നോക്കിയാണല്ലോ അത് പുതിയതാണ് കേട്ടോ. അതൊക്കെ എല്ലാം പൊട്ടിമാറി പോയതായിരിക്കും. അതിന് പകരം പുതിയത് വെച്ചായിരിക്കും കേട്ടോ. ഇതെല്ലാം പഴയ കല്ല് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പഴയ ക്ഷേത്രം എന്തായിരുന്നു അതേ കണക്ക് നിർത്തിക്കൊണ്ട് പണിയുകയാണ്. ഫ്രണ്ട് ഈ കാണുന്ന വാതിലെല്ലാം പോയിരുന്നതായിരിക്കും കവാടേ. ആ കവാടത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പുതിയ കല്ല് പാറ കൊണ്ടുവന്ന് വെട്ടി കറക്റ്റാക്കി എടുത്തിരിക്കുകയാണ്. പാറയൊക്കെ കയറുന്ന ക്രെയിൻ ഉപയോഗിച്ചാൽ കേട്ടോ. വലിയൊരു ക്രെയിൻ കൊണ്ടുവന്ന് പണ്ട് ഈ പറയുന്ന പഴയ ക്ഷേത്രങ്ങളൊക്കെ ഏകദേശം 120 അടി 300 അടിയൊക്കെ ഉയരമുള്ള ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെ അന്ന് കല്ല് ഉയർത്തി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. തഞ്ചാവൂർ പെരിയ കോവിലില്ലേ ഫിനിഷ? തഞ്ചാവൂർ പെരിയ കോവിലില്ലേ, അതിന് ഏറ്റവും മുകളിലുള്ള എത്ര അടിയായിരുന്നത് ഉയരുന്നത്? 210 230 എത്ര അടി കണ്ടാന്ന് തോന്നുന്നത്, അത് മറന്നുപോയി. പക്ഷെ ആ ക്ഷേത്രത്തിന് മുകളിലേ ഒരു 80 ടണ്ണോളം ഭാരമുള്ള വലിയൊരൊറ്റ കല്ലിരിപ്പുണ്ട്. ആ കല്ല് ആ കാലഘട്ടത്തിൽ എങ്ങനെ ഉയർത്തി വെച്ചു? അതൊരു ചോദ്യം ഭയങ്കരമാണ്. അതിന് ആൻസറും ഇല്ല. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ഈ ചെറിയ ചെറിയ കല്ലുകൾ പോലും ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് അവർ ഉയർത്തി മേളിൽ കയറ്റുന്നത്. അന്നേരം ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരുപാട് എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തകർന്ന് കിടക്കുകയാണ് കണ്ടോ. പിന്നെ ഇതിനൊരു ചുറ്റുമതിലുണ്ട് കേട്ടോ. ചുറ്റുമതിലുണ്ട്, ഫുള്ള് പാറ കൊണ്ട് നിർമ്മിച്ചാണ്. അതിന്റെ മുകളിൽ അവിടെ ഇഷ്ടിക കൊണ്ട് ഇഷ്ടിക കൊണ്ട് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടോ. മേളോട്ട് നോക്കിയാൽ മതി കണ്ടോ. ഇഷ്ടിക കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ അമ്പലം ചുറ്റിനും ഉണ്ടായിരുന്നു, പക്ഷെ ആ ഭാഗങ്ങളിലെല്ലാം തകർന്നു പോയി കേട്ടോ. അവിടെ ഇപ്പോൾ ഇല്ല. എനിക്കത് വെള്ളപ്പൊക്കമൊക്കെ വന്ന് നശിച്ചായിരിക്കും കേട്ടോ. ഇവിടെ എന്തോ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നശിച്ചു പോയി. ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകളൊന്ന് കാണാനുള്ളതേ. ക്ഷേത്രത്തിനകത്ത് ആ കാണുന്ന ഭാഗമുണ്ട്, അതൊക്കെ നല്ല പഴക്കം ചെന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതും ഇനി ഇളക്കി പണിയും തോന്നുന്നില്ലേ കണ്ടിട്ട്. ആദ്യം ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് അകത്തോട്ട് കയറാൻ പറ്റുമെന്നറിയാൻ വയ്യ. കാരണം ഇതിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. അദ്ദേഹം ഇപ്പം വന്നാലേ നമുക്ക് പറയാൻ പറ്റൂ കയറാൻ പറ്റുമോ ഇല്ലെന്നുള്ളതേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ കരൂർ എന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്ന് തിരുപ്പൂരിൽ നിന്ന് കരൂർ എത്തിയിരിക്കുകയാണ്. ഏകദേശം 100-110 കിലോമീറ്ററുള്ള യാത്ര ചെയ്താണ് ഞങ്ങൾ ഈ ക്ഷേത്രം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്ക് ചെയ്തിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ കാണുവാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇല്ലേ. അന്നേരം ബിനീഷ തുടങ്ങിയല്ലോ. അന്നേരം ഇത്രയും യാത്ര ചെയ്ത് വന്നതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? പ്രശ്നമൊന്നുമില്ലല്ലേ? ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ട് ക്ഷേത്രം കണ്ടപ്പോൾ? കൊള്ളാം അല്ലേ?
ഇവിടെ എല്ലാം റിനോവേഷൻ്റെ ഭാഗമായിട്ടെല്ലാം പൊളിച്ചെടുത്തു കേട്ടോ. പക്ഷേ ഇത് കാണുന്നുണ്ടോ, ഈ കാണുന്നതൊക്കെ പുതിയതാണ് കേട്ടോ. പക്ഷേ ഈ സൈഡെല്ലാം കുറേ നശിച്ചു പോയി കേട്ടോ. എല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്ന ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. ഇവിടെ ഏതോ ദൈവങ്ങളുടെ രൂപമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയി. ആ ഭാഗത്ത് മണ്ണ് കൊണ്ട് ചെയ്തതാണ്, മണ്ണ് ഇഷ്ടികയൊക്കെ കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷേ താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് പാറയാണ് കേട്ടോ. കേട്ടോ ഈ സൈഡെല്ലാം പാറയാണ്. ഇവിടെ അതുകൊണ്ട് ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. എല്ലാം തമിഴ്. ഇത് തമിഴാ? തമിഴല്ലേ? ഓക്കെ. നമുക്ക് പ്രശ്നമാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പഴയതാട്ടെ, എങ്ങനെയും കുറച്ചെടുത്തിട്ട് നമുക്ക് പുറത്തിറങ്ങാം, അതേ പറ്റൂ ഇപ്പോഴേ. താഴോട്ട് കാണുന്നതൊക്കെ പഴയതാണ് കേട്ടോ, പുതിയതൊന്നും അല്ല. ഇവിടെ ഒരു കല്ലിരിപ്പുണ്ട്, ഇതിൻ്റെയൊക്കെ പേരറിയെങ്കിൽ പറയണേ. ഞാനേ ഇവിടെ സെക്യൂരിറ്റി വന്നു, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ അനുമതി ഇല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ഇതെല്ലാം ഈ ഭാഗത്തെല്ലാം കട്ടയും എനിക്കൊന്നും മറ്റേ സുറുക്കി ചുണ്ണാമ്പോ അതൊക്കെ ഉപയോഗിച്ച് കെട്ടിയേക്കുന്നതാണ്. മുകളിലോട്ടും ഒക്കെ കേട്ടോ ദൈവമൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഓരോ കൊത്തുപണിയിലും കാര്യങ്ങളെല്ലാം ഇഷ്ടം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം നശിച്ചു പോയി. അവിടെ നിന്നെല്ലാം മേലോട്ടെല്ലാം പറ്റാതെ കാണാൻ പറ്റാത്ത പെട്ടെന്ന് എടുത്ത് പുറത്തിറങ്ങണം, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ക്ഷേത്രം കാണാൻ കഴിയും കേട്ടോ. ഇതും നല്ല പഴക്കമുള്ളത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതും ഇതൊക്കെ പഴക്കമുള്ളതാണ്. അതിൻ്റെ ചുറ്റുമതിലുണ്ടോ ഫുള്ള് പാറ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പാറയും ഇഷ്ടികയും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിറകെ സൈഡ് ഫുള്ള് ഇഷ്ടികയാണ്. ഇത് അയ്യപ്പനാണ് കേട്ടോ, അയ്യപ്പൻ്റെ രൂപം ഇരിക്കുന്നത്. സെക്യൂരിറ്റി വന്നത്. ഓക്കെ, തീർന്ന്. ഇവിടെ ആറാണ് കേട്ടോ, ആറിനുള്ള വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് നശിച്ചായിരിക്കും ഇവിടെ. ഓക്കെ, നന്ദി ഭഗവാൻ പുറത്തിരിപ്പുണ്ട്. ദൈവങ്ങളൊക്കെ ഒന്നും അകത്തോട്ടുള്ള കാഴ്ചയൊന്നും കിട്ടത്തില്ല കേട്ടോ. അന്നേരം ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഈ ചുറ്റുമുതൽ ജസ്റ്റ് കണ്ടു നോക്കാം. പുറത്തുള്ള അകത്തോട്ടുള്ള കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. സത്യം ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. ആ സെക്യൂരിറ്റി വന്നില്ലായിരുന്നു നമ്മൾ എടുത്തേനെ കേട്ടോ. അദ്ദേഹം ആഹാരം കഴിക്കാൻ പോയിരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഉണ്ടോ പുറത്തുള്ള കാഴ്ച കേട്ടോ. ചെറിയ ചെറിയ ഇഷ്ടിക കൊണ്ടുള്ള നല്ല വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പാറ കൊണ്ട് ഒരു മതിൽ കുറേ കെട്ടിയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഇഷ്ടിക നിരത്തി ഓരോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആറിൻ്റെ സൈഡിലോട്ടൊന്ന് പോവാം. അവിടുത്തെ ഓരോരുത്തരൊക്കെ വന്ന് വിനീഷ് എടുത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു കേട്ടോ. നമ്മൾ ആറ്റിലോട്ട് ഇവിടെ ഒരു ആറാണ് കേട്ടോ, നല്ലൊരു ആറാണ്. ആ ആറിൻ്റെ സൈഡിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഈ സൈഡ് ഫുള്ള് ഇളകി കിടക്കുന്നതിൻ്റെ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ കാണുന്ന ക്ഷേത്രം ചുറ്റിനും അതിലുണ്ടായിരുന്നുണ്ടോ, ഈ കിടക്കുന്നുണ്ടോ, ഈ കിടക്കുന്നുണ്ടോ, ചുറ്റുമതിലുണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ള എല്ലാം നശിച്ചു പോയാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം വെള്ളം കയറിയായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെല്ലാം വെള്ളം കയറി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലെല്ലാം ഇടിഞ്ഞ് വീണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചുറ്റുമതിലിൻ്റെ കനം കണ്ടോ, ചുറ്റുമതിൽ പണിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ സൈഡിൽ അപ്പുറവും ഇപ്പുറവും വലിയ പാറ കൊണ്ട് ചെയ്തിട്ട് നടുക്ക് എന്ന് വെച്ചാൽ സൂക്ഷിച്ചുമൊക്കെ നടുക്ക് ഇഷ്ടിക കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മളെ ക്ഷേത്രം എല്ലാം കാണുന്നത് കേട്ടോ. നമുക്കത് സൂം ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടേ കേട്ടോ. എന്ത് ചെയ്യാനാ, അകത്ത് കയറി വീടെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അന്നേരം നല്ലൊരു സ്ഥലം, നല്ലൊരു ക്ലൈമറ്റ്, വലിയൊരു ആറാണ് കേട്ടോ. വലിയൊരു ആറിന് സാധാരണ തമിഴ്നാട്ടിൽ ഈ സമയത്തൊക്കെ
വെള്ളം വറ്റി കിടക്കുന്ന സമയമാണ്. പക്ഷെ എന്നിട്ടും ഇവിടെ വെള്ളമുണ്ട്. ഇതാ പാറയുടെ കുറേ ഭാഗങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. കണ്ടോ, എനിക്ക് തോന്നുന്നു ഈ ആറ്റിലൂടെ അന്ന് കണ്ടോ അവിടെ എല്ലാം കിടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലുകളാണ് കേട്ടോ ഫുള്ള്. കണ്ടോ, ആ മതിൽക്കെട്ടാണ്, മതിൽ പൊളിഞ്ഞ് വന്നതായിരിക്കും. ഇവിടെ എല്ലാം കിടപ്പുണ്ട് പാറ. കണ്ടോ, ഇവിടെ കിടക്കുന്നു. അങ്ങനെ ഈ കാണുന്ന ചുറ്റിനുമുണ്ട് ഫുള്ള് പാറയാണ്. ആ ക്ഷേത്രം തകർന്നതിൻ്റെയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്നു. ഓക്കെ, എന്താ പറയുക, ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ കയറി ഗൂഗിളിനകത്ത് നോക്കി. പക്ഷേ ഗൂഗിളിനകത്ത് ഈ പേര് പോലും അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണോ അതോ തമിഴ്നാട് സർക്കാരിൻ്റെ ആണോ അതോ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിലാണോ ഒന്നും അറിയാൻ വയ്യ. ഇവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. പണ്ട് മുതൽ ഇങ്ങനെയാണ്. ഇപ്പം പാറ ഏറ്റെടുത്തത് സംഭവം റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പാറ കേട്ടോ, അതിൻ്റെ ഭാഗത്തോടെ കിടക്കുക. പോവാം. ഓക്കെ, ഈ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് കൊടിമരമാണോ അത് ബലിക്കല്ലാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുന്ന് പോവുക കേട്ടോ. സെക്യൂരിറ്റി കൂടെ നിൽക്കുന്നു. അനുവാദം ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത് എടുക്കണമെങ്കിൽ വേറെ എവിടെ പോയി അനുവാദമൊക്കെ വാങ്ങണമെന്ന് പറയുന്നത്. അതെന്തായാലും നമുക്ക് നടക്കുന്ന കേസല്ല. അത്യാവശ്യം ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകൾ എടുക്കാൻ പറ്റി. അത് തന്നെ വലിയ സംഭവം കേട്ടോ. വിനീഷ, ഈ സ്ഥലപ്പേരൊന്ന് നോക്കിയൊന്ന് പറയാൻ പറ്റുമോ? കരൂർ എന്ന ഈ സ്ഥലത്തിന്റെ പേര് അറിയില്ല. ഇപ്പൊ നമ്മള് പോയ ക്ഷേത്രം തിരുമക്കടൂർ അഗസ്ത്യേശ്വർ ക്ഷേത്രം എന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷെ ഇപ്പം അവിടെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പെർമിഷൻ വേണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർ നമുക്ക് പെർമിഷൻ തന്നേനെ. കാരണം ഞാൻ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കിയത് വെച്ചിട്ട് അവിടെ പൂജയോ കാര്യങ്ങളോ ഉള്ള ക്ഷേത്രം ആയിരുന്നില്ല. ചിലപ്പം വർഷത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു പൂജ മാത്രം നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കാട് പിടിച്ച് കിടന്നൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പൊ അത് പുതുക്കി പണിയുവാണ് കേട്ടോ. കാരണം അവിടുത്തെ കല്ലുകളെല്ലാം കണ്ടാൽ നമ്പേഴ്സ് കിടക്കുന്ന കാണാൻ പറ്റും. ആ നമ്പേഴ്സിനനുസരിച്ച് അവരെല്ലാം ഇളക്കി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാൻ പോവുകയാണത്. പക്ഷെ കൊള്ളായിരുന്നു, നല്ലൊരു അന്തരീക്ഷമുള്ള ക്ഷേത്രമായിരുന്നു. അതുകൂടാതെ തന്നെ പൂർണ്ണമായിട്ട് അത് നശിച്ചായിരുന്നു. പകുതിയും ഭാഗങ്ങളെല്ലാം നശിച്ചു. പാറ കൊണ്ട് നിർമ്മിച്ച പോർഷൻ എല്ലാം നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ മുകളിലോട്ടുള്ള കാര്യങ്ങളെല്ലാം നശിച്ച് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുമ്പ് അങ്ങനെ അവിടെ വെള്ളപ്പൊക്കം എന്തോ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മതിലെല്ലാം ഇടിഞ്ഞ് താഴെ വീണത്. ക്ഷേത്രത്തിന് അതിൻ്റെതായ പൈകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് കുറെ ഭാഗം പാറയായതുകൊണ്ട് അവിടെ നശിക്കാതിരുന്നു. അതിന്റെ മുകളിലോട്ടുള്ള ഇഷ്ടികയെല്ലാം ദ്രവിച്ചതാണ് കേട്ടോ മെയിനായിട്ട്. അന്നേരം ഈ ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കേ തിരുമുക്കുടൽ അഗസ്ത്യേശ്വര ടെമ്പിൾ എന്നും തിരുമുക്കുടൽ അഗസ്ത്യേശ്വര പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം അതൊരു വല്ലാത്തൊരു ഈ തമിഴ് ചില വാക്കുകള് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു പ്രശ്നമുണ്ട്. തിരുമുക്കുടൽ അഗസ്ത്യേശ്വര ടെമ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ അത് കറക്റ്റായിട്ട് സ്പെല്ലിങ് കണ്ടെത്തിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം. പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കയറി സെർച്ച് ചെയ്താൽ മതി, ലൊക്കേഷൻ കിട്ടും. ഞങ്ങൾ അവിടെ വന്ന് ലൊക്കേഷൻ നോക്കി കേട്ടോ. കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ അഡ്രസ്സിൽ അല്ലെങ്കിൽ ആ സംഭവം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഗൂഗിൾ മാപ്പിനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ലൊക്കേഷൻ കിട്ടും ഇവിടെ വരാൻ കേട്ടോ. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കുകയും ചെയ്യരുത്. അടിപൊളി നല്ലൊരു സ്ഥലമാണ്, നല്ല പ്രകൃതി അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഒരുപാട് തെങ്ങുകളും മരങ്ങളും അതുപോലെ ആ ആറും സൈഡും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് അടിപൊളി ഒരു വൈബുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അന്നേരം ഓക്കെ, ബൈ.